ഓം ശാന്തി. നമ്മുടെ തീർത്ഥാടന യാത്ര ഇന്ന് 7ാം തിരുപ്പടിയിലെത്തി നിൽക്കുകയാണ്. 7ാമത്തെ ചുവടുവയ്പ് നമുക്ക് ഇന്ന് ആഹാരപാനീയങ്ങളിലാവട്ടെ. മാലയിട്ട് കഴിഞ്ഞാൽ ഒരയ്യപ്പസ്വാമിക്ക് ഏറ്റവും പ്രധാനമാണല്ലോ ആഹാരപാനീയങ്ങളിലെ ശുദ്ധി. ഇത് വ്രതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ്. മിക്കവാറും അയ്യപ്പന്മാർ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. സ്വയം പാചകം ചെയ്യുക, കുളിച്ചിട്ടേ ഭക്ഷണം പാചകം ചെയ്യുള്ളൂ. ഇനി ഭക്ഷണം പാചകം ചെയ്യുന്നതോ സാത്വിക ഭോജനം, അതായത് ഒരു യോഗി ജീവിതത്തിൽ യോഗ്യമായ ഭോജനം, അതാണ് ഉണ്ടാക്കുക. ഉണ്ടാക്കുന്ന ഭക്ഷണം ഭഗവാന് നിവേദിച്ചിട്ടേ നിവേദ്യം സമർപ്പിച്ച് ഒരുമിച്ചിരുന്ന് ഭഗവാന് സമർപ്പിച്ചിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കുക, ഒരുമിച്ച് വിളമ്പിക്കൊടുക്കുക, ഒരുമിച്ച് കഴിക്കുക അല്ലേ. അപ്പോൾ ഇന്നു മുതൽ നമുക്കും ജീവിതത്തിൽ ഇപ്പോൾ ഒരു ദിവസം നമുക്ക് 3 നേരവും വീട്ടിൽ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെല്ലാവരും ഇന്നു മുതൽ ഈ ഒരു ചുവടുവയ്പ് 7ാമത്തെ സ്റ്റെപ്പ് പടി നമ്മൾ കയറേണ്ടത് ഒരു ദിവസം 1 നേരമെങ്കിലും എല്ലാവരും വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ ആ വീട്ടിൽ വെളിച്ചം കൊണ്ടുവരും. നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ കൂടുതൽ പ്രകാശം ഉണ്ടാവും. പരസ്പര സ്നേഹവും സന്തോഷവും വർദ്ധിക്കാൻ അത് കാരണമാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആഹാരം അവനവൻ്റെ വീട്ടിൽ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ബാക്കി വളരെ പ്രായമായവരാണ്, മറ്റു ജോലികളൊന്നും ചെയ്യാൻ, പാത്രം കഴുകാനോ അടിച്ചു തുടയ്ക്കാനോ വസ്ത്രം തിരുമ്പാനോ ഒന്നും പറ്റണില്ല. അതിനൊക്കെ ഹെൽപ്പ് നിങ്ങളൊരു പക്ഷേ ജോലിക്കാരെ വെച്ച് ചെയ്താലും ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾ സ്വയം ചെയ്യും. ഇനി നിങ്ങൾ ഈ പ്രോഗ്രാം കേൾക്കുന്നവരിൽ ആരെല്ലാം ഏതെങ്കിലും വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സേവ, വീടുകളിലോ ഹോട്ടലുകളിലോ എവിടെയാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന സേവനം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു ഭഗവത് സേവ പോലെ ചെയ്യും, നിവേദ്യം ഉണ്ടാക്കും പോലെ ചെയ്യും. അവനവൻ്റെ വീട്ടിലും എവിടെ ചെയ്യുകയാണെങ്കിലും, കാരണം പറയാറുണ്ടല്ലോ, കഴിക്കുന്ന അന്നം പോലെയാണ് മനം. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരിക്കലൊരു ജോലി പോലെ ചെയ്യരുത്. ഭഗവാന് നിവേദ്യം ഉണ്ടാക്കുകയാണ്, ഭഗവാന്റെ മക്കൾക്കുള്ള പ്രസാദം ഉണ്ടാക്കുകയാണ്. ഇത് ഭഗവത് പ്രസാദമാണെന്ന് വിചാരത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മളെങ്ങനെയാണോ അല്ലെ പഞ്ചസാരയും അല്ലെങ്കിൽ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടികൾ ഓരോ കുപ്പികൾ നമ്മൾ ഷെൽഫിൽ നിന്നെടുത്ത് ആഹാരത്തിൽ എന്തുണ്ടാക്കുന്നു അതിൽ കലർത്തുന്നതിൻ്റെ രുചിക്ക് വേണ്ടി പല മസാലക്കൂട്ടുകളും നമ്മൾ ഇടാറുണ്ട്. അതേപോലെ നമ്മുടെ മനസ്സിൽ നിന്ന് എപ്പോഴും ഭക്ഷണത്തിലേക്ക് വീഴേണ്ട യഥാർത്ഥ മസാല, ഭക്ഷണത്തെ രുചികരമാക്കുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകണമെങ്കിൽ, ഉണ്ടാക്കുന്ന ഭക്ഷണം പ്രസാദമാകണമെങ്കിൽ ഇവിടുന്ന് നമ്മൾ പ്രസാദത്തോടു കൂടി സന്തോഷത്തോടെ ഉണ്ടാക്കുക, സ്നേഹത്തോടു കൂടി ഉണ്ടാക്കുക. അപ്പം സ്നേഹം, സന്തോഷം, ശുഭഭാവനകൾ, ബ്ലെസ്സിങ്സ്, ഭഗവാൻ ഇതാരെല്ലാം കഴിക്കുന്നവരുടെ മനസ്സിന് സന്തോഷം കിട്ടട്ടെ. ഇതാരൊക്കെ കഴിക്കുന്നോ അവരുടെ എല്ലാം ബുദ്ധിക്ക് ശക്തി ഉണ്ടാവട്ടെ, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകട്ടെ, നന്മ നിറഞ്ഞവരായി മാറട്ടെ. ഇത് കഴിക്കുന്നവരുടെ എല്ലാം മനസ്സ് സമാധാനം കൊണ്ട് നിറയട്ടെ. ഇപ്രകാരം നമ്മൾ മനസ്സിൽ നിന്ന് എന്തായാലും മനസ്സിൽ എന്തെങ്കിലും വിചാരം വരും. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മൾ അടുക്കളയിൽ കയറുമ്പോൾ മുതൽ ഈ ശ്രേഷ്ഠ വിചാരങ്ങൾ ആ ഭക്ഷണത്തിൽ കലർത്തും. അപ്പോൾ ആ സാമ്പാർ വെറും സാമ്പാറല്ല, അത് പ്രസാദമാക്കും. നമ്മളുണ്ടാക്കുന്ന പായസം വെറും പായസമല്ല, അത് പ്രസാദമായി മാറും. അമ്പലത്തിലുണ്ടാക്കുന്ന പായസവും വീട്ടിലുണ്ടാക്കുന്ന പായസവും തമ്മിൽ എന്താ വ്യത്യാസം? അമ്പലത്തിലുണ്ടാക്കുമ്പോൾ അത് പ്രസാദമാണ്. എന്താ കാരണം? ഭഗവാന്റെ ഓർമ്മയിലുണ്ടാക്കി സ്നേഹത്തോടെ സന്തോഷത്തോടെ ഭഗവാന് സമർപ്പിച്ച് തരുമ്പോഴാണ് ആ പായസം നിവേദ്യം എന്ന് പറയണം അല്ലേ. പിന്നെ എല്ലാവരും ആ പായസം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ എത്തുന്ന ധനവും എങ്ങനെയാണ് എത്തുന്നത്? ഭഗവാന് വേണ്ടി.
ശുദ്ധമായ മാർഗത്തിലൂടെ സമ്പാദിച്ച ധനം കൊണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ ഭക്ഷണം പ്രസാദമാകും. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ധനം, അന്നം കഴിക്കാൻ വേണ്ടി വരുന്ന ധനം, ശുദ്ധമായ ധനം വരണം. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ സാത്വിക ഭക്ഷണം ഉണ്ടാക്കണം. ഒന്ന് സാത്വിക മനസ്സോടെ ഉണ്ടാക്കണം. ഇനി ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് നമ്മുടെ ഈ ഉദരപൂജയാണ് നടക്കുന്നത്. ശരീരം ഒരു ക്ഷേത്രമാണെന്നും ആത്മാവ് മൂർത്തിയാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഗീതയിലുമുണ്ട്. അപ്പോൾ ദേഹമാകുന്ന ഈ ക്ഷേത്രത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഈ മൂർത്തിയും ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഈ മൂർത്തിക്ക് ഈ ക്ഷേത്രത്തിന് യോജിച്ച ഭക്ഷണം വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ വയറ് ചത്തതിനെയും കൊന്നതിനെയും ഒന്നും ഇടാനുള്ള ശ്മശാനമല്ലല്ലോ, ഇത് ക്ഷേത്രം പോലെ സൂക്ഷിക്കാനുള്ളതല്ലേ. അതുകൊണ്ട് ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിനും മനസ്സാകുന്ന മൂർത്തിക്കും ആത്മാവിനും ശരീരത്തിനും ഊർജം നൽകുന്ന ഭക്ഷണം, അതിനെയാണ് സാത്വിക ആഹാരം എന്ന് പറയണം. ഭക്ഷണം സദോഗുണിയായിരിക്കണമെന്ന് പറയാൻ കാരണം അതാണ്. സാത്വിക ഗുണം ഉണ്ടാകണം. അതിന് നമുക്ക് ഈ പ്രകൃതി മാതാവ് 5 തത്വങ്ങളും, ഭൂമിയും വെള്ളവും വായുവും അഗ്നിയും ആകാശവും, ഈ 5 പേരും ചേർന്ന് നമുക്ക് ഈ പ്രകൃതിയിലെ ഭൂമാതാവ് ഇഷ്ടം പോലെ പച്ചക്കറികളും പഴങ്ങളും ധാന്യങ്ങളും തരുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം നമുക്ക് വേണ്ടുന്നത്ര ഊർജവും വിറ്റാമിനുകളും മിനറൽസും എല്ലാം നമുക്ക് വേണ്ടുന്നതിലധികമുണ്ട്. അപ്പം അതുകൊണ്ട് പ്രകൃതി മാതാവ് നൽകുന്ന പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഉപയോഗിച്ച് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക. അതിൽ തന്നെ ഇന്നിപ്പോൾ നമ്മൾ ഏതൊരു രോഗം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാലും നമ്മളോട് പറയില്ലേ, ഭക്ഷണക്രമമാണ് ആദ്യം പറഞ്ഞു തരുന്നത്. മരുന്നിനോടൊപ്പം പഥ്യം പാലിക്കാൻ പറയും ഭക്ഷണ കാര്യത്തിൽ. അത് നിങ്ങൾ ഏത് രോഗം കൊണ്ട് പോയാലും ഡോക്ടർ മരുന്നിനോടൊപ്പം ഭക്ഷണത്തിൻ്റെ ഒരു സ്ലിപ്പും കൂടി, ഒരു ചിട്ടയും കൂടി പറഞ്ഞു തരാറില്ലേ. അതുകൊണ്ടാണ് പണ്ട് ഗാന്ധിജി പറഞ്ഞിരുന്ന ആഹാരം ഔഷധം പോലെ കഴിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഔഷധം കഴിക്കേണ്ടതില്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ അയ്യപ്പ സീസണിൽ നമ്മളെടുക്കുന്ന ഈ വ്രതം, ആഹാരപാനീയത്തിലെടുക്കുന്ന വ്രതം, കഴിക്കുന്നതിലും കുടിക്കുന്നതിലും എടുക്കുന്ന ഈ സാത്വികമായ ഭക്ഷണ രീതി, ഈ ഭക്ഷണ രീതി നമുക്ക് നമ്മുടെ ജീവിത വ്രതമാക്കി മാറ്റാം. ഇത് വീട്ടിൽ മലയ്ക്ക് പോകുന്ന ഒരാൾ മാത്രമല്ലല്ലോ, ഒരാളെ പോകുള്ളെങ്കിലും വീട്ടിലെല്ലാവരുടെയും ഭക്ഷണ രീതി സാത്വികമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഈ പഴങ്ങളും പച്ചക്കറികളും ജീവിതത്തിൽ നമ്മൾ ഭക്ഷണമാക്കി മാറ്റുന്നതിലൂടെ ശാരീരിക ആരോഗ്യവും കൂടും, രോഗങ്ങളുടെ എണ്ണം കുറയും. മാത്രവുമല്ല, എത്ര ജീവജാലങ്ങളെയാണ് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി കൊന്നൊടുക്കുന്നത്, അതും ഒരു ഹിംസയാണല്ലോ. എത്ര പേർക്ക് നമ്മൾ വേദന കൊടുക്കുന്നത്, എത്ര ജീവജാലങ്ങൾക്ക്. നമ്മളെ ആരെങ്കിലും കൊല്ലാൻ വരികയാണെങ്കിൽ, ഒരു പുലി തന്നെ നമ്മളെ പിടിക്കാൻ വന്നാൽ നമുക്ക് എത്ര പേടിയാണ്. നമ്മളെന്തെല്ലാം സുരക്ഷാ കവചങ്ങൾ ഉണ്ടാക്കിയേ ജീവിക്കണേ. അപ്പോൾ ഇവയെല്ലാം നമ്മൾ വളർത്തിയിട്ടാണ് പിന്നെ കൊല്ലണത്. ആലോചിച്ച് നോക്കൂ, കൊല്ലാൻ വേണ്ടി വളർത്താണ്. അപ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന പേടിയും ഭയവും വിഷമവും ദേഷ്യവും, അത് കൊല്ലാൻ പോകുന്ന സമയത്ത് ആ ബാഡ് ഫീലിങ്സോടു കൂടിയാണ് അത് മരിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം ചീത്ത ഹോർമോണുകളാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവണേ. ആ ചീത്ത ഹോർമോണുകളോട് കൂടിയിട്ടല്ലേ ഇതെല്ലാം നമ്മൾ പാകപ്പെടുത്തി കഴിക്കണേ. അപ്പോൾ നമ്മുടെ ശരീരത്തിന് നമ്മൾ എന്താ ഇട്ട് കൊടുക്കണേ? ഈ വയറ് നിറയ്ക്കാൻ ഉദരപൂജയ്ക്ക് എത്രയൊക്കെ ആവശ്യമുണ്ടോ ആലോചിക്കുക. നമ്മുടെ പ്രകൃതി മാതാവ് തന്നിരിക്കുന്ന സാത്വിക ഭക്ഷണം ഇന്നു മുതൽ നമുക്കെല്ലാവർക്കും ഒരു നല്ല സങ്കല്പം എടുക്കും. ഇതാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയണത്, മാനവ സംസ്കാരം. അതിനെയാണ് സനാതന സംസ്കാരം എന്ന് പറയണത്. മാനവ സംസ്കാരത്തിൽ നമുക്ക് കൊന്നു തിന്നുന്ന ശീലമല്ല. നമുക്ക് ഈ ഭൂമാതാവ് തന്നിരിക്കുന്ന എല്ലാ നല്ല സാത്വികമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതേപോലെ ധാന്യങ്ങളും ഉപയോഗിച്ച് നമുക്കിന്ന് മുതൽ ഒരു നല്ല ഭക്ഷണ സംസ്കാരം നമുക്കുണ്ടെങ്കിലേ നമ്മുടെ മക്കൾക്കും നമ്മുടെ പേരമക്കൾക്കും നമുക്കത് പകർന്നു കൊടുക്കാൻ പറ്റും. വേണ്ടേ? നമ്മളവർക്ക് വേണ്ടി എന്തെല്ലാം വാങ്ങിക്കൊടുക്കുന്നു. പക്ഷെ ഒരു നല്ല ഭക്ഷണ സംസ്കാരം ഇന്ന് മുതൽ തുടങ്ങും. ഈ മണ്ഡലകാലത്ത് നമ്മൾ പാലിക്കുന്ന ഈ വ്രതം, ആഹാരപാനീയത്തിലുള്ള ഈ വ്രതം, ഇത് 41 ദിവസമാകരുത്. ഇത് നമ്മുടെ ജീവിത വ്രതമാക്കി മാറ്റൂ. ആ 41 ദിവസം വീട്ടിൽ നോക്കൂ, നമ്മൾ ഈ ഭക്ഷണം, സാത്വിക ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയും കൊടുക്കുകയും ഭഗവാന് നിവേദ്യം വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ വീടിൻ്റെ അന്തരീക്ഷം തന്നെ നോക്ക് എത്ര സുഖകരമാണ്.
മനസ്സുകൾ എത്ര ശാന്തമാണ്, പരസ്പരം എത്ര സന്തോഷമാണ്, എത്രത്തോളൊരു ദൈവീകരത. നമ്മുടെ വീട് തന്നെ ഒരു ക്ഷേത്രം പോലെ ആകുകയല്ലേ. ആ ദൈവീകതയോടു കൂടി ക്ഷേത്ര സമ്മാനം നമുക്ക് നമ്മുടെ വീടിനെ എന്നും കൊണ്ടുപോവുകയാണെങ്കിൽ എന്നും ഈ സുഖവും ശാന്തിയും സന്തോഷവും ഐശ്വര്യവും അല്ലേ, ഒരു ഈശ്വര സാന്നിധ്യവും നമ്മുടെ മനസ്സുകളിൽ ആ ദൈവീകത എന്നും ഉണ്ടാവില്ലേ. അതുകൊണ്ട് ഇന്ന് നമ്മൾ 7ാമത്തെ പടിയിലേക്ക് കയറുന്നത് ഈ ഭക്ഷണ സംസ്കാരം, സനാതന സംസ്കാരം, സാത്വിക സംസ്കാരം, ശ്രേഷ്ഠ സംസ്കാരം നമുക്കും നമ്മുടെ തലമുറകൾക്കും പകരണമെന്ന ലക്ഷ്യം വയ്ക്കാം. അതുകൊണ്ട് ആഹാരം ഈശ്വരൻ്റെ ഓർമ്മയിൽ ഉണ്ടാക്കുക, പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഉപയോഗിച്ചുള്ള സാത്വിക ഭക്ഷണമാകട്ടെ. ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ശ്രേഷ്ഠ വിചാരങ്ങളോടെ ഉണ്ടാക്കൂ, സ്നേഹത്തോടു കൂടി അത് വിളമ്പിക്കൊടുക്കൂ. കഴിക്കുമ്പോഴും നമ്മൾ ഈശ്വരനോട് നന്ദി പറഞ്ഞ് ഈ ഭക്ഷണം നമ്മുടെ മുന്നിൽ എത്തിക്കുന്നത് വരെ ആരുടെയെല്ലാം കൈകളിലൂടെ കടന്നിട്ടാണോ വന്നത്, എല്ലാ കർഷകർക്കും 5 തത്വങ്ങൾക്കും സർവ്വാത്മാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ TV കണ്ടുകൊണ്ട്, ഫോണിൽ സംസാരിച്ചുകൊണ്ട്, പേപ്പർ വായിച്ചുകൊണ്ട്, പരസ്പരം സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന രീതി മാറ്റാം. എങ്ങനെയാണോ അയ്യപ്പ സീസണിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം ഭക്ഷണം വിളമ്പി വെച്ച് അല്ലേ, കീർത്തനം പാടിയതിന് ശേഷം ഭഗവാനെ ഓർമ്മിച്ച് നിവേദ്യം സമർപ്പിച്ച് ഭക്ഷണം കഴിച്ച് തീരുന്നത് വരെ ശരണം വിളികളോടെ ആരംഭിക്കുള്ളൂ. ഇനി ഭക്ഷണം കഴിച്ച് തീരുന്നവരെ ആരും സംസാരിക്കാറില്ല അല്ലേ. ഭഗവാന്റെ ഓർമ്മയിൽ കഴിക്കണം. അപ്പോൾ എന്താ സംഭവിക്കണേ, നമ്മൾ സൈലൻസിലിരിക്കുമ്പോൾ ഓരോ ഉരുളയും നമ്മുടെ വായിൽ നമ്മൾ അനേക തവണ പറയാറില്ലേ, ഒരു 32 തവണയെങ്കിലും ഒരു ഉരുള വായിൽ ചവച്ചരയ്ക്കണം എന്നാണ് പറയണത്. അപ്പോഴേ നമ്മുടെ ഉള്ളിൽ പോയി ദഹിക്കുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇത് ശരിക്കും നമ്മൾ ദഹനം നമ്മുടെ വായിൽ വെച്ച് നടക്കേണ്ടത് നടക്കുന്നില്ല. അതുകൊണ്ടാണ് പല ശാരീരിക രോഗങ്ങളും ഉണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കും. മാത്രമല്ല TV-യിലും ഫോണിലും ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടാണ് കഴിക്കുന്നതെങ്കിൽ എന്താണ് കഴിക്കണമെന്ന് പോലും അറിയില്ല. പറയാറില്ല, എന്ത് കർമ്മം ചെയ്താലും മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യണം. പൂർണ്ണ മനസ്സോടെ ചെയ്യുമ്പോൾ, ഏകാഗ്രതയോടെ ചെയ്യുമ്പോഴാണ് ആ കർമ്മത്തിൽ നമുക്ക് ശ്രദ്ധയും അതിൻ്റെ സുഖവും എടുക്കാൻ പറ്റണം. ഇപ്പോൾ കഴിക്കണത് എന്താണെന്ന് പോലും അറിയില്ല, ആ അവസ്ഥയിലാണ് കഴിക്കുന്നത്. മാത്രമല്ല, എന്തെങ്കിലും വേണ്ടാത്ത ന്യൂസുകളോ സീരിയലും സിനിമയൊക്കെ കണ്ടുകൊണ്ടാണ് കഴിക്കണമെങ്കിൽ ആ രംഗം എന്ത് കാണുന്നോ ആ ഫീലിങ്ങോട് കൂടിയാണ് കഴിക്കണം. അപ്പോൾ ഭക്ഷണത്തിനോടൊപ്പം ആ ഫീലിങ്സ് കൂടെയാണ് നമ്മൾ ചവച്ച് കഴിക്കണം. ഇതൊക്കെയാണ് ശാരീരികവും മാനസികവുമായ അനവധി രോഗങ്ങൾക്കും ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ അനവധി വേണ്ടാത്ത ഹോർമോണുകൾ ഉണ്ടാക്കുന്നതിനും അതുവഴി വളരെ മാരക രോഗങ്ങളും മാറാരോഗങ്ങൾക്കും നമ്മൾ അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോയി എത്ര പൈസ കൊടുത്താണ് നമ്മൾ മരുന്നുകൾ വാങ്ങി കഴിക്കണേ അല്ലേ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ 7ാമത്തെ സ്റ്റെപ്പ്, ഈ സ്റ്റെപ്പ് ഈ മണ്ഡലകാലത്തിൽ ആരംഭിച്ച് നമ്മുടെ ജീവിതമണ്ഡലം മുഴുവൻ മരണം വരെയും നമുക്ക് ഈ ഒരു ശ്രേഷ്ഠ സംസ്കാരത്തിൽ ജീവിക്കാം. നമ്മളിൽ നിന്ന് ഈ സംസ്കാരം നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നൽകാം. നമ്മളെ കണ്ട് അനേക കുടുംബങ്ങളിൽ ഈ ശ്രേഷ്ഠ സംസ്കാരം ഉണ്ടാവട്ടെ. സങ്കല്പം എടുക്കാം. 7ാമത്തെ ചുവട്. മണ്ഡലകാലത്തെ ആഹാരപാനീയങ്ങളിലെ വ്രതം ഞാൻ എൻ്റെ ജീവിത വ്രതമാക്കും. ശരീരമാകുന്ന ഈ ക്ഷേത്രത്തിനുള്ളിൽ ആത്മാവാകുന്ന ചൈതന്യമൂർത്തിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണം മനസ്സിനും ശരീരത്തിനും ഊർജം നൽകുന്ന ഭക്ഷണമേ ഞാൻ കഴിക്കൂ. പ്രകൃതി മാതാവ് നൽകുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഊർജസമ്പന്നമാണ്, സൗരോർജം നിറഞ്ഞതാണ്. ഇതെൻ്റെ വീട്ടിൽ സ്വന്തം കൈകൊണ്ട് ഭഗവാന്റെ ഓർമ്മയിൽ സ്നേഹത്തോടെ ഉണ്ടാക്കി ഭഗവാന് സമർപ്പിച്ച് നിവേദ്യം പോലെ കഴിക്കും.
നിവേദ്യം പോലെ എല്ലാവർക്കും കൊടുക്കും. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വീട്ടിലേക്ക് എത്തുന്ന ധനവും ആരുടെയും വേദനയില്ലാത്ത ധനമാർജിച്ച് ശുദ്ധ ധനത്തിലൂടെ ശുദ്ധ അന്നം ഉണ്ടാക്കും. പാനീയങ്ങളിലും ഞാൻ ശ്രദ്ധിക്കും. ക്ഷേത്രത്തിൽ അയ്യപ്പന് കൊണ്ടുപോയി നെയ്യാണ് അഭിഷേകം ചെയ്യണേ. ഞാനും അയ്യപ്പസ്വാമിയാണ്. എൻ്റെ കൂടെയുള്ളതെല്ലാം ഭഗവാന്റെ മക്കളാണ്, അയ്യപ്പസ്വാമിമാരാണ്. നെയ്യഭിഷേകവും പാലഭിഷേകവും ഇളനീരഭിഷേകവും ഒക്കെയാണ് എല്ലാ ദേവീദേവന്മാരുടെ മൂർത്തികൾക്കും വിഗ്രഹങ്ങൾക്കും ചെയ്യാറുള്ളൂ. ആത്മാവാകുന്ന ഈ ചൈതന്യമൂർത്തി കുടികൊള്ളുന്ന ചൈതന്യക്ഷേത്രമാണ് ഈ ശരീരം. മൂർത്തിയും ചൈതന്യമാണ്. അതുകൊണ്ട് ഈ ശരീരത്തിലേക്ക് കുടിക്കുന്നത് സാത്വികമായ പാനീയങ്ങൾ മാത്രമേ ഞാൻ സ്വീകരിക്കൂ. ഒരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കില്ല. മദ്യപാനമാകട്ടെ, മറ്റ് ലഹരി വസ്തുക്കളാകട്ടെ, പുകവലിയാകട്ടെ, എല്ലാ മോശശീലങ്ങളും എല്ലാം കറുപ്പാണ്. ഇതെല്ലാമാണ് എനിക്ക് ശനിദോഷം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം എൻ്റെ മനസ്സിനെയും ശരീരത്തെയും കറുപ്പിക്കും. എൻ്റെ കുടുംബത്തെ എല്ലാം കറുപ്പിക്കും. എല്ലാവർക്കും ദുഃഖവും വേദനയും ഇതിലൂടെയാണ് ഉണ്ടാകുന്നത്. എനിക്കും ആരോഗ്യം നഷ്ടപ്പെടും. അതിനാൽ ഇന്നു മുതൽ സാത്വികമായ ആഹാരം, സാത്വികമായ പാനീയം, ഭക്ഷണ കാര്യത്തിലൊരു ലൈറ്റ് വെളിച്ചം എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു കഴിഞ്ഞു. അന്തിമ ശ്വാസം വരെ എനിക്ക് ഈ ലൈറ്റ് നൽകുന്ന ഭക്ഷണം, ഊർജം നൽകുന്ന ഭക്ഷണം, ഊർജം നൽകുന്ന പാനീയം, സാത്വികമായ ആഹാരം പാനീയവും ഇതെൻ്റെ ജീവിത സംസ്കാരമാക്കി മാറ്റും. എൻ്റെ മക്കൾക്കും പേരമക്കൾക്കും തലമുറകൾക്ക് ഈ ശ്രേഷ്ഠ ഭക്ഷണ സംസ്കാരം ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കും. സാത്വിക ഭക്ഷണത്തിലൂടെ അങ്ങനെ സഹജീവികളോടും കരുണ കാണിക്കും. ഇതെൻ്റെ ജീവിതവ്രതമാണ്. ഓം ശാന്തി.